റഫീഖേ, നമുക്കിപ്പോൾ ഈ റമദാൻ ഒരു നല്ല കാര്യം ചെയ്യായിരുന്നു കേട്ടോ. ഞാനൊരു ഒരു അഭിപ്രായം പറയാണ്, ഇതും കൂടി കേട്ടിട്ട് പറഞ്ഞാൽ മതി, അവരോട് പറഞ്ഞാൽ മതി. നമുക്ക് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് മാത്രമായിട്ട് നല്ലൊരു പണ്ഡിതനെ കൊടുത്തിട്ട് നല്ലൊരു ക്ലാസ് വെക്കാറുണ്ട്. ഒരു കുടുംബ ക്ലാസ് അല്ലേ? കുടുംബ ക്ലാസ്. നമുക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും നല്ലതാണ്. ഒരു കാര്യം ചെയ്തോ, അതിനെ പറ്റി ആരാച്ചാ വിളിച്ച് ഏർപ്പാട് ചെയ്തോ. അതെ, പിന്നെ നല്ല ചെലവ് അതൊന്നും ഈ കാര്യമാക്കണ്ട. അതെ, അതൊക്കെ നമ്മൾ നോക്കാം. ആയിക്കോട്ടെ, എന്നാലും നമുക്ക് നോക്കിയിട്ട് അനുസരിച്ച് നല്ലതാണ് നമുക്ക് കൊണ്ടുവരുന്നല്ലേ. റഫീഖ്, ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. ഞാൻ വീട്ടിൽ പോടുന്നല്ലേ പറയുമ്പോൾ 10 മിനിറ്റ് ഉള്ളൂ. ഒരു കാര്യം ഞാൻ ചെയ്താ, ഇവിടെ നോമ്പറന്നിട്ട് പോവാ. അല്ല, ഞാൻ വീട്ടിൽ പോയിട്ട് അല്ല, ഇവിടെ നോമ്പറന്നിട്ട് നമുക്ക് എന്തായാലും പഠിക്കാം, ഇവിടെ നിന്ന് പോവാം. അതെ, അവനെ സന്തോഷത്തിന് എന്തായാലും കൊണ്ടുവരുമ്പോൾ നല്ല ആള് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. പ്രശ്നമാക്കണ്ട, നമുക്ക് ആയിക്കോട്ടെ, ഉഷാറാക്കുക കാര്യങ്ങളൊക്കെ. അല്ല, നാരായണല്ല വരുന്നത്. ഈ ചങ്ങാതിനെ ഈ സമയത്ത് കെട്ടിയെടുക്കണേ, ആകെ ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റ് ഉള്ളൂ. എന്തപ്പോ മൂപ്പറ കയ്യിലൊരു പാത്രമൊക്കെ ഉണ്ടല്ലോ. ഇത് ഇതുപോലെ പൊരിക്കടി എന്തെങ്കിലും കൊണ്ടുപോകാനാവും. നാശം. നാരായണ, ബാബാ ഇരിക്കി. അപ്പൊ പറഞ്ഞോളൂ എന്റെ കാര്യം. നാരായണ അങ്ങോട്ട് ഇരിക്കണ്ടിരിക്കും. അത് പറ്റില്ല, അങ്ങനൊന്നും പറയല്ലേ. നമ്മളെ സ്വത്തല്ലേ. നാരായണ, എന്തൊക്കെയാണ് വിശേഷമൊക്കെ? എന്ത് ഇങ്ങനെ പോണ്. അതല്ലേ, ഞങ്ങളിപ്പോ നോമ്പുറക്കേണ്ട ടൈമായേ. അതല്ലേ ഞാനീ നേരത്തെ വന്നത്. ആയിക്കോട്ടെ, സന്തോഷമുള്ളൂ. ഷമീറ, നമ്മള് നാരായണനും ഉണ്ടാക്കൂടട്ടാ. ജ്യൂസ് ഒരെണ്ണം കൂട്ടിയെടുത്തോ, പൊരിക്കടിയും കാര്യങ്ങളൊക്കെ പോന്നോട്ടെ. അതൊന്നും വേണ്ടട്ടാ. എന്ത് വേണ്ടാന്ന്? ഒന്നും ഉണ്ടായിട്ടല്ല, ഞമ്മള് 3 ആളും ഒന്നിച്ച് പഠിച്ചതല്ലേ. അതെ, ഞാനേ 15 കൊല്ലായി വർഷത്തിൽ ഈ ഒരു മാസം നോമ്പെടുക്കും, 2-ാം മാസത്തിൽ. മാഷാ അല്ലാഹ്. പക്ഷേ എന്നും വിചാരിക്കും, എല്ലാ കൊല്ലവും വിചാരിക്കും നമുക്ക് ഒന്നിച്ചിരുന്നൊന്ന് നോമ്പുറപ്പിക്കണം. അതിനുള്ള പാകമൊന്നുമില്ല. പക്ഷേ ഞാൻ ലളിതമായ രീതിയിലാണ് ഞാൻ നോമ്പുറപ്പിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതെറ്റ് ഇൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഇൻ്റെ രീതിയിലൊന്ന് നോമ്പറക്കുക. ഇവിടുത്തെ ഒരു സാധനം വേണ്ട, വേറെ ഒന്നും ഉണ്ടായിട്ടല്ലേട്ടാ. പൊരിക്കടി ഒന്നും വേണ്ട, എണ്ണക്കടിയൊക്കെ എന്തിനാ ഈ നേരത്ത്. നമുക്കിതായിട്ട് ലളിതമായിട്ടാണ് നോമ്പറപ്പിക്കുക. എൻ്റെ ഒരു ആഗ്രഹമാണ്. മനുഷ്യന്മാരെ സ്ഥിതിയല്ലേ. റഫീഖേ, എന്നാ പിന്നെ നാരായണ ആഗ്രഹം പോലെ ആവട്ടെ. ആയിക്കോട്ടെ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ലെന്ന്. മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലേ. ഇന്ന് കണ്ടവരെ നാളെ കാണൂല. ഞാൻ 15 കൊല്ലമായിട്ട് ആഗ്രഹിക്കുക എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളിലൊപ്പം ഒന്ന് നോമ്പുറപ്പിക്കണം. നമ്മന് സമയം കളയണ്ട, അങ്ങോട്ട് ഇരിക്കുക. അതെ, പിന്നെ നിങ്ങളെപ്പോലെ പൊരിക്കടി ഇതൊന്നും ഇല്ലട്ടാ. 15 കൊല്ലമായിട്ട് എൻ്റെ ഒരു രീതി ഇതാണ്. ആയിക്കോട്ടെ. പിന്നെ നിങ്ങളെല്ലാവരും അതുകൊണ്ട് ഇതിനോട് സഹകരിക്കണം. ഇന്ന് നമ്മളെ നാരായണനെ കൂടെ നോമ്പറക്കാനാണ് പഠിച്ചവന്റെ വിധി അല്ലേ? സന്തോഷമുള്ള കാര്യമാണ്. പൊരിക്കടി വേണ്ട, പൊരിക്കടി വേണ്ട. ഇത് 15 കൊല്ലമായിട്ട് ഞാനിത് ഉപയോഗിച്ചാൽ നോമ്പ് പറഞ്ഞത്. Allah